ഹായ്, പുതിയൊരു സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് തിയേറ്ററിൽ നല്ല അഭിപ്രായം കിട്ടി, നല്ല വിജയം നേടി OTT റിലീസ് ചെയ്ത സിനിമ പൊന്മാൻ റിവ്യൂലോട്ടാണ്. ഡയറക്ടർ ജ്യോതിഷ് ശങ്കർ, റൈറ്റർ GR ഇന്ദുഗോപൻ, രണ്ടുപേരുണ്ട്, GR ഇന്ദുഗോപൻ, ജസ്റ്റിൻ മാത്യൂസ്. ഇതൊരു നോവലിനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പടമാണ്. ഇത് എഴുതിയേക്കുന്നതെന്ന് പറഞ്ഞാൽ GR ഇന്ദുഗോപൻ്റെ തന്നെ 4-5 ചെറുപ്പക്കാർ, ഇതിനെ ബേസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഇപ്പോൾ ഈ പിന്നെ സ്റ്റാറിങ് ഞാൻ വഴിയെ പറയാം. കുറേ പേരുണ്ട്. പടം തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ കൊല്ലം ബേസ് ചെയ്താണ്. കൊല്ലത്തിലെ മെയിൻ സ്ഥലങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. നീണ്ടകര, കൊല്ലം ബീച്ച്, തങ്കശ്ശേരി കോട്ട, പിന്നെ പെരുമൺ ദുരന്തം, ആ പള്ളി, ഇതെല്ലാം കാണിച്ചു വരുന്നുണ്ട്. ഞാനും കൊല്ലത്ത് പത്തനാപുരത്താണ് എൻ്റെ വീട്. അപ്പോൾ ഇതുപോലത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അറിയാം. കൊല്ലം ബസ് സ്റ്റാൻഡൊക്കെ നല്ല രീതിയിൽ കുറച്ചേ ഉള്ളൂ, എല്ലാം കാണിച്ചു വരുന്നുണ്ട്. പടം നടക്കുന്നത് കുണ്ട്രയിലാണ്. കുണ്ട്രയിൽ നിന്ന് തുടങ്ങി. അപ്പോൾ ആദ്യത്തെ ഒരു ഷോട്ട് വെച്ച് തന്നെ ഇതിനകത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ആനന്ദ് മന്മഥൻ, ആദ്യത്തെ ആ ഒരു ക്യാരക്ടർ, ഒരു പാർട്ടിക്കാരൻ്റെ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ പുള്ളി അത് കാണിച്ചു വരുന്നുണ്ട്. കറക്റ്റ് ആ പുള്ളി കാണിച്ചു തന്നെയാണ് കറക്റ്റ് പാർട്ടിക്കാരൻ്റെ സ്വഭാവം. അത് എനിക്ക് ഞാൻ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അതേപോലത്തെ ഒരു ക്യാരക്ടർ പുള്ളി അത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, ആനന്ദ് മന്മഥൻ. പിന്നെ പുള്ളിയുടെ ഫാമിലിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോന്നു. ഫാമിലിക്കകത്ത് ഒരു പെങ്ങളും ഒരമ്മയുണ്ട്. അപ്പോൾ അതിനകത്ത് പെങ്ങളായിട്ട് ചെയ്തേക്കുന്നത് ലിജോ മോൾ ജോസ്, പിന്നെ അമ്മയായിട്ട് ചെയ്തേക്കുന്ന പേരെനിക്ക് അറിയത്തില്ല, സൂക്ഷ്മ ദർശനിക്കകത്തെ അമ്മൂമ്മ. അവരുടെ ലിജോ മോൾ ജോസിൻ്റെ ഒരു മാരേജിന് വേണ്ടി കുറച്ച് സ്വർണത്തിൻ്റെ ആവശ്യമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരു സ്റ്റോറി. അപ്പോൾ അങ്ങനെ ഈ ഒരു പടത്തിൽ നിന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വില്ലന്മാരില്ല. എല്ലാവരുടെയും മിക്ക ജീവിതത്തിലും നടക്കുന്ന ഒരു കാര്യത്തിനെ ബേസ് ചെയ്താണ് എടുത്തേക്കുന്നത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു ഈഗോ, അതാണ് ഈ ഒരു പടത്തിൽ പറഞ്ഞു പോയേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതിനകത്ത് ബേസിലിൻ്റെ ക്യാരക്ടറായാലും, പിന്നെ ലിജോ മോൾ ജോസ്, ആനന്ദ് മന്മഥൻ്റെ ഫാമിലിയിലെ കാര്യമായാലും, പിന്നെ വേറെ ഒരാളുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇതുപോലെ മാരേജ് ചെയ്ത് പോയിട്ട് പിന്നെ കാണിക്കാൻ വരുന്നു സജിൻ ഗോപു എന്ന് പറഞ്ഞാൽ അറിയാലോ, ആവേശത്തിനകത്ത് അമ്പാൻ്റെ ക്യാരക്ടറിലോട്ട് പടം മാറുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് നടക്കുന്ന കുറച്ച് ക്ലാഷും ഒക്കെയാണ് ഈ ഒരു പടത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. ലൊക്കേഷനൊക്കെ എന്ന് പറഞ്ഞാൽ കിടു ലൊക്കേഷനാണ്. അത് എനിക്കൊന്ന് മാൻഡ്രോ തുരുത്തി വെച്ചാണ് എടുത്തിരിക്കുന്നത്. അവിടെ തന്നെ അടുത്ത് തന്നെയാണ്, കുണ്ട്രയിൽ നിന്ന് കുറച്ച് അകത്തോട്ട് പോയാൽ മതി. അവിടെ തന്നെയാണ് പെരുമൺ ദുരന്തം നടന്ന പെരുമൺ പാലവും ഈ പാലങ്ങളും ആ പള്ളിയും ഇതെല്ലാം അവിടെ തന്നെ കുറച്ച് അടുത്ത് തന്നെയാണ്. മാൻഡ്രോത്തുരുത്തി നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അപ്പം വേലിയേറ്റവും വേലിയിറക്കമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ആ ലൊക്കേഷൻ എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇല്ല, ആ കറക്റ്റ് ആയിട്ട് രീതി കാണിക്കുന്നുണ്ട്. പിന്നെ അമ്പാൻ്റെ ക്യാരക്ടർ, അമ്പാന് കൊടുത്തേക്കുന്ന സ്കോർ ചെയ്തേക്കുന്നത്, മ്യൂസിക് ചെയ്തേക്കുന്നത് ജസ്റ്റിൻ വർഗീസിൻ്റെ ഇതിനകത്ത് ഈ ഒരു പടത്തിൽ ഏറ്റവും നല്ലത് വർക്കായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത് സ്കോറാണ്. എല്ലാവർക്കും കൊടുത്തേക്കുന്ന സ്കോർ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ സജിൻ ഗോപു ചെയ്തേക്കുന്ന ക്യാരക്ടർ മറിയാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ പുള്ളിയെ നല്ല രീതിയിലും ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു സീരിയസ് ലുക്ക്, ആദ്യത്തെ ഒരു അവരുടെ നാട്ടിൽ കാണിക്കുന്ന കുറച്ച് സീനുണ്ട്, അവിടെ വെച്ച് തന്നെ പുള്ളിയുടെ ക്യാരക്ടർ വന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ ഒരു വില്ലൻ ഷെയ്ഡ് ഉണ്ടെങ്കിലും പുള്ളി ഒരു വില്ലനായിട്ട് ഇതിനകത്ത് കൂട്ടാൻ പറ്റത്തില്ല. ഇതിനകത്ത് ആ വില്ലന്മാരില്ല ഇതിനകത്ത്. പിന്നെ ബേസിലിൻ്റെ ക്യാരക്ടർ ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടു നോക്ക്. അപ്പോൾ അങ്ങനെ ബേസിലിൻ്റെ പ്രശ്നത്തിന് വേണ്ടി വരുന്നു. അങ്ങനെ അവർ തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാകുന്നു. ആ ക്ലാഷൊക്കെ കിടിലാക്കി വന്നിട്ടുണ്ട്. കാരണം ഈ ക്ലൈമാക്സിന് ഒരു 10-15 മിനിറ്റിന് മുമ്പ് നടക്കുന്ന കുറച്ച് ക്ലാഷുകളുണ്ട്, എന്നിട്ട് ആ പടത്തിനകത്തോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു പടം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം കരുതി കുറച്ച് എന്ന് വെച്ചാൽ അടുത്ത സീന് ഈ ഒരു കഥ തീരും, പിന്നെ ഇതിൻ്റെ തീം വേറെയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരു ചെറിയ ഒരു തീമിൽ വെച്ചിട്ട് പിന്നെ അത് ഓരോ സീനിലും അപ്പായി വന്ന ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട്, ഇന്നത്തെ OTTയിലെ കണ്ടെങ്കിൽ ഇൻ്റർവെല്ല് നമുക്കറിയാമല്ലോ, ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് പടം കുറച്ചും കൂടെ ഹൈയാവും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ അങ്ങോട്ട് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബേസിലിൻ്റെ എന്ന് പറഞ്ഞാൽ ബേസിലിൻ്റെ ക്യാരക്ടർ വെച്ച് ബേസിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ബേസിലിൻ്റെ ക്യാരക്ടറല്ല, ആ ഒരു ഇത് വെച്ച് ഫിസിക്ക് വെച്ച് അമ്പാനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ആ ഒരു രീതിയിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് കാണിച്ചു വെച്ചേക്കുന്നത്. അത് എനിക്ക് കണ്ടിട്ട് ഓർമ്മ വന്നെന്ന് പറഞ്ഞാൽ അവസാനം ഇവർ തമ്മിലൊക്കെ ഒരു ഫൈറ്റൊക്കെ ഉണ്ട്. അത് കണ്ടിട്ട് ഓർമ്മയെന്ന് പറഞ്ഞാൽ ഈ WWEക്കകത്ത് റെയ്മസ്റ്റീരിയയും കെയ്നും അല്ലെങ്കിൽ ബിഗ് ഷോയൊക്കെ ആയിട്ടുള്ള ഒരു ഫൈറ്റൊക്കെ കാണുമല്ലോ, പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ പുള്ളി അതുപോലെ കാണിച്ചു എന്ന് വെച്ചാൽ ഒരു തരികട വേലയിലും എന്തെങ്കിലുമൊക്കെ കാണിച്ചിടും. അങ്ങനെയാണ് ഇതിനകത്ത് കാണിച്ചു വെച്ചേക്കുന്നത്. അപ്പം ടോട്ടലി അവർ തമ്മിലുള്ള ഫൈറ്റും കാര്യങ്ങളെല്ലാം കൊള്ളാം. എല്ലാം എനിക്ക് അത്യാവശ്യം ഒരു ചെറിയൊരു ഇമോഷനൊക്കെ നിറഞ്ഞ ഒരു ചെറിയ സിനിമ. എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട്, ഓരോ വീട്ടുകാർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട്. ഇതിനകത്തെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം കൂടെ കാണിച്ച് ഒരു ചെറിയൊരു സിനിമ, നല്ലോണം കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ. ബേസിലിൻ്റെ ക്യാരക്ടറി താങ്ങിയാണ് ഈ പടം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പരിധിയായി കഴിയുമ്പം ആനന്ദ് മന്മഥനൊക്കെ സൈഡാണ്, ബാക്കി ഈ ബേസിലും അമ്പാനും തമ്മിലാണ് ക്ലാഷ് പോകുന്നത്. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ല പടമായിട്ടാണ് എനിക്ക് പൊന്മാൻ തോന്നിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ.